ഞാൻ എൻ്റെ ഷോയിൽ ഒരു ഏറ്റവും ഫ്രണ്ടിൽ ഒരു 4 VIP സീറ്റ്സ് ഞാൻ വെച്ചു. അത് ഞാൻ പറയും, കാരണം അത് നിങ്ങൾ അറിയണം, അങ്ങനെയെങ്കിലും അറിയണം. നിങ്ങളുടെ ചങ്കിനകത്ത് അത് കയറണം. 4 പേർക്കാണ് ഞാൻ VIP ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ വെച്ചത്. ഒന്ന് അജു വന്നു, ഒന്ന് ബേസിൽ വന്നു, ഒന്ന് വിജയ് ചേട്ടൻ, വിജയ് ബാബു. കാരണം എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആട് എന്ന് പറഞ്ഞ പടം അതൊരു ഭയങ്കര, കാരണം നമ്മൾ ആ ഷോ തുടങ്ങുന്നത് ആ പാട്ടിലാണ്, അതിൻ്റെ ടെയിൽ എൻഡിലും ആ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ വിജയ് ചേട്ടൻ, പിന്നെ ഉള്ളത് ഈ മനുഷ്യൻ. പക്ഷെ ആ ഒരു സീറ്റ് മാത്രം വേക്കൻ്റ്, ആ ഒരു സീറ്റ് മാത്രം ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനവിടെ നമ്മളെ റാമ്പിന്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് നമ്മൾ നോക്കുമ്പോ ഖാലി സീറ്റ് അവിടെ. ഈ മനുഷ്യൻ ആ സമയത്ത് ഏതോ കോത്താടത്തിൽ സ്കൂളിൽ, കോത്താടല്ല പാലൊരു നല്ല സ്കൂളിലാണ്. ഞാനൊരു ചെയറിലായിരുന്നത്, ആ ചെയറിലല്ലായിരുന്നേ ഉള്ളൂ. പക്ഷെ അതിന് വിഷമമുണ്ട്, അത് ഞാൻ അറിയിച്ചല്ലോ. നമ്മൾ കോഴിക്കോട് വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യണേ. അല്ല അതൊന്ന് വേണം, എനിക്കൊന്ന് കാണണം. ഇങ്ങനെ അപ്പൊ നമുക്ക് ഒരു പാട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. ഞങ്ങൾ അതിവിടെ കാണും. അല്ല, ഞാൻ തെറിയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്റെ ഒരു അവസ്ഥയുണ്ട്, അവനത് കൃത്യസമയത്ത് തന്നെ ഞാനത് വീഡിയോ ചെയ്തത്. കാര്യം അപ്പം വിശ്വസിക്കാൻ പറ്റുമല്ലോ. വാട്സാപ്പിൽ തന്നെ അത് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ അതിങ്ങനെ ഒരു കെണിയാവുന്ന വിചാരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ ഷോയുടെ ക്ലൈമാക്സ് ഉണ്ട്, വെടിക്കെട്ട്, ലാസ്റ്റ് വെടിക്കെട്ട്, അതും കൂടി പ്ലേ ആണ്. കണ്ട് സങ്കടപ്പെടാൻ. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ മാനേജർ നേരത്തെ ഏറ്റത് ഒരു കാര്യം, ഞാൻ ഷാൻ്റെ പ്രോഗ്രാം അത് ഫ്രണ്ട് ഇരുന്ന് അത് മൊത്തം കാണണമെന്ന് ഏറ്റവും കൂടുതൽ ഷാനേക്കാളും ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ കള്ളത്തരമൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ അത് 4 മണിക്കായിരുന്നു. അത് 4 എന്നുള്ളത് പിന്നെ 4:30 ആയോ. അവസാനം എൻ്റെ കൂടെ അശ്വിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ K7 സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ, അവൻ പറഞ്ഞു 3:30 മണിക്ക് ഇറങ്ങിയാൽ മതി സാറേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് എത്ര മണിക്കാണ്? അവിടെ ചെന്നതിന് ലേറ്റ്, തുടങ്ങാൻ ലേറ്റ്, ആ കുഞ്ഞുങ്ങളൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ പറഞ്ഞു. അതിനേക്കാളും വലിയ ക്ഷമ ഞാൻ ഈ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ വാട്സാപ്പിൽ ഷോ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഫോൺ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിലാണ്, അത് കണ്ണ് കാണണം, ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിലിരിക്കുകയാണ്, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എല്ലാ മംഗളങ്ങളും. ഞാനൊരു വീഡിയോ അയച്ചു ആ സമയത്ത്. അതിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ന്യായമായിട്ട് തോന്നില്ല. എനിക്കാകെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈ വിട്ടുപോയി ആ സമയത്ത്. അത് പിന്നെ പക്ഷെ വീഡിയോ അയച്ചല്ലോ, ആ മനസ്സ് നമ്മൾ കാണാതെ വേറെ ഏതോ ഒരു സ്ഥലത്തിരുത്തിട്ട് ഒരു വീഡിയോ അയച്ചിട്ട് ആ മനസ്സ് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനെന്താ ബാത്റൂമിൽ ഇരുന്നാണോ വീഡിയോ അയച്ചത്? ഞാൻ ആ സ്കൂളിൽ ഇരുന്ന ഇവള് ബാത്റൂമിൽ നിന്നാണ് എന്റെ പരിപാടിക്ക് വന്നത്. അങ്ങനല്ല, അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നീ വന്നല്ലോ. അല്ല, ഞാൻ പറയാം, ബാത്റൂമിനകത്തിരുന്ന് തന്നെ ആ പ്രോഗ്രാം കേട്ടത്. അവർക്ക് പുറത്തു വരാൻ സമയം ഉണ്ടായി. നല്ല SFX ആയിരുന്നു. എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഷാൻ്റെ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അമൃത TVയുടെ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ആങ്കറിന് വല്ലാത്ത ഇളക്കമായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇളക്കമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. വാട്ട് എവർ ചക്കരെ, ഐ ലവ് യു. നല്ലോണം എനിക്ക് ഇളകണമെന്നുണ്ടായി, പക്ഷെ എന്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ കള്ളത്തരം പറഞ്ഞ കോൺസേർട്ടിന് വന്നു, അത് ഞാൻ മിസ് ചെയ്തില്ല. ഡോക്ടറോട് പറഞ്ഞു, അതെ എനിക്ക് പോണം, എനിക്ക് അവിടെ ഷാൻറഹ്മാന്റെ ഒരു ഇന്റർവ്യൂ കേറണതിന് മുന്നേ തിരിഞ്ഞു നോക്കി പോലും ഇല്ല, അവളാരും കണ്ടതുപോലും ഇല്ല.